യേശുവേ നിൻ തിരുപാദം നമിച്ചേ, നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ. നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. പരിശുദ്ധ രക്തം என்பர்க்காய் ചിന്തി നന്ദി നന്ദി നാഥാ. പരിശുദ്ധ രക്തം என்பர்க்காய் ചിന്തി നന്ദി നന്ദി നാഥാ. പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ. അതിമനോഹരമായ നല്ല സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദി പിതാവേ, നന്ദി. രാത്രികാലം മുഴുവൻ സൂക്ഷിച്ചല്ലപ്പാ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിൻ്റെ പാദാന്തിയായിരിക്കാനും ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യട്ടെ. ആരോഗ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഏൽപ്പിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. സ്വർഗം ഇന്നുവരെയും കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ഞങ്ങളെ ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് രോഗദുഃഖാതി പോർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിച്ചല്ലോ. പിന്നെയും അവിടുന്ന് സൂക്ഷിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് പോൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണമേ കർത്താവേ. ഇന്ന് പോൽക്കാലം എൻ്റെ കർത്താവിനെ ആരാധിപ്പാൻ ഇടയാക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിൽ നിയന്ത്രിച്ച് ഞങ്ങളെ നടത്തുമാറാകണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം തെറ്റുപറ്റാതെ ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമായി തീരുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, എല്ലാം അവിടുത്തെ ദാനമാപ്പാ. നന്ദി നന്ദി അപ്പാ, നന്ദി നന്ദി കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയപ്പാ. അവരുടെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം നല്ല ബുദ്ധി ഞാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ടപ്പാ. വിവിധ കോഴ്സുകളിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവ്. BS നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട് കർത്താവ്. OIT IELTS പഠിക്കുന്നവരുണ്ട് കർത്താവ്. ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പമ്മറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ കർത്താവ്. ദൈവമായ കർത്താവ്, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ ഓരോ മക്കളെയും അവിടുത്തെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയപ്പാ. നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണേ, ബുദ്ധി ഞാനും കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്ന നല്ല മാർക്കോടെ പാസ്സാകണം. അവർ ലജ്ജിച്ചു പോകാൻ സമ്മതിക്കല്ലേ കർത്താവ്. കർത്താവിൽ ആരംഭിച്ചുകൊണ്ട് പഠിക്കുവാൻ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണേ. അവർക്ക് നല്ല ആലോചനയും ബുദ്ധിയും കൊടുക്കണമേ. നന്നായി കർത്താവെ ജയം പ്രാപിപ്പാനും ദൈവമേ അവരാഗ്രഹിച്ച സ്ഥാനത്ത് എത്തിച്ചേരുവാനും സ്വർഗം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ മക്കളുടെ പേരും പെയ്തിറങ്ങട്ടപ്പാ. സ്തോത്രം സ്തോത്രം. ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണേ. ആരോഗ്യത്തിലും സമാധാനത്തിലുമായിരിക്കാൻ ഇടയാക്കണം. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണം. ദൈവമായ കർത്താവ്, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൊച്ചു തലമുറകളെയൊക്കെ വളർത്തി തന്നെ ബാലവീട്ടിൽ നിന്നൊക്കെ വിടുവിച്ചു കൊള്ളുമാറാണ്. ദൈവത്താൽ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളായി വളരാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ പ്രാർത്ഥനാ വിഷയവും അങ്ങയുടെ പാദപ്പെടുത്തി സമർപ്പിക്കട്ടെ കർത്താവേ. സ്തോത്രം. ജോലി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജോലി നൽകണേ അപ്പ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണേ കർത്താവേ. ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തെ പണി പൂർത്തീകരിച്ച് അതിൽ പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ.
ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് കർത്താവ് സഹായിക്കണമേ. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണേ കർത്താവേ. കടഭാരമുള്ള മക്കളെ വിടുവിക്കണമേ കർത്താവേ. പൂർണ്ണമായവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണമേ. ജപ്തിയിലായിരിക്കുന്ന ഭവനമുണ്ട് കർത്താവേ, അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവേ. അവരുടെ വസ്തു വിറ്റിട്ട് കർത്താവെ കടം തീർക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന മക്കളാപ്പ, ഇവരെ സഹായിക്കണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അത്ഭുതം ചെയ്യണമേ, അവരോട് കരുണ കാണിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഹാലേലൂയ കർത്താവ് മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്നവരെ ഓർക്കുന്നു. സ്വർഗ്ഗത്തിലെ അപ്പൻ മാനസാന്തരം നൽകി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്. സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ മുഖാന്തരം ഒരുക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലേലൂയ കർത്താവേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. പുതുവർഷകാലം പുതിയ ബുദ്ധിയും ജ്ഞാനവും അനുഗ്രഹങ്ങളും സ്വർഗ്ഗത്തിൽ ദാനമായി കൊടുക്കണമേ. അപ്പോൾ സകല പ്രാർത്ഥനാ വിഷയത്തെയും സ്വർഗ്ഗം കൈക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. ദൈവമായ കർത്താവേ, ഈ സമയം നാടും വീടും വിട്ട് വിദുരത്തിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ്. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ എവിടെയിടങ്ങളിൽ പാർക്കുന്ന കർത്താവരെ കാത്തുസൂക്ഷിച്ച് പരിപാലിക്കണം. നല്ല മാതാവും പിതാവുമായി കൂടെ ഇരുന്ന് കൊള്ളണമേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ കർത്താവ്. ഞങ്ങളുടെ രോഗികളെല്ലാം കാത്തുകൊള്ളണമേ കർത്താവ്. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലേലൂയ ഞങ്ങളുടെ രോഗികളെല്ലാം പേരുപേരായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളൊരു കർത്താവ്, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോരുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവരുണ്ട് കർത്താവെ. സ്തോത്രം. ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, അലർജി ഉള്ളവർ കർത്താവെ, ആസ്മ രോഗികൾ കർത്താവെ. കർത്താവെ, ഈ സമയം ഹാലേലൂയ കർത്താവെ എല്ലാ മക്കളെയും തിരുമുൻപാകെ സമർപ്പിക്കുകയാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവ്. കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരുണ്ട് കർത്താവ്. വീൽ ചെയറിലായിരിക്കുന്ന ജീവിതങ്ങൾ, കിടക്കയിലായിരിക്കുന്ന മക്കൾ, കൈകാലുകൾക്ക് ചലനമില്ലാത്തവർ, മറ്റുള്ളവരുടെ പരസഹായം കൂടെ നടപ്പാൻ കഴിയാത്തവരൊക്കെ ഉണ്ട് കർത്താവ്. അപ്പൻ്റെ പരമുള്ള കാര്യത്തിലോട്ട് ഏൽപ്പിച്ചു തരിക എന്നാത് അവരെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, ബുദ്ധിമുട്ടുന്നവരുണ്ട് കർത്താവെ. അപ്പോൾ സ്വന്തം കാര്യമൊക്കെ ചെയ്തെടുപ്പാൻ ഓരോ മക്കൾക്കും ബലം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. നീ അല്ലാതെ സൗഖ്യമാക്കാൻ മറ്റാരുമില്ല കർത്താവെ. മരുന്നിനും വൈദ്യനും കഴിയാത്തതിൻ്റെ അപ്പന് കഴിയുമല്ലോ. മനസ്സലിവും കരുണയും കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്, ഭവനങ്ങളിൽ കിടക്കയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. കർത്താവെ, നീ അവിടുന്ന് കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണമേ. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇടയാക്കണേ. എല്ലാ അവസ്ഥകളും പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണേ, പ്രിയപ്പെട്ടവരോട് മനസ്സലിയണമേ. കർത്താവേ, നീ അവിടുന്ന് ഹാലേലൂയ സൗഖ്യമാക്കണേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവേ. ഹാലേലൂയ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവരുണ്ട് കർത്താവ്. അപ്പോൾ എൻ്റെ പൊന്നുകാരം തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ കീമയുടെ ഇഞ്ചക്ഷനായിട്ട് ഹാലേലൂയ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. സൗഖ്യപ്പെടുത്തണം, സൗഖ്യപ്പെടുത്തണം. മരുന്നും വൈദ്യനുമായിരിക്കണം. കാൽവരത്വം കുത്തിവയ്ക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ചില നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയം സ്വർഗത്തിലെ അപ്പൻ ഏറ്റെടുക്കും, നിശ്ചയമായും അനുഗ്രഹിക്കും. സകല പ്രതികൂലങ്ങളും മാറും. ഹാലേലൂയ. എൻ്റെ കർത്താവ് അറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ലല്ലോ. അപ്പാ, നീ ആത്മാവിൽ ഞങ്ങളെ നടത്തുന്ന ദൈവമാ. നീ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി അയക്കുന്ന ദൈവമാ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാണ്. ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, അവിടുത്തെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, ഞങ്ങളുടെ ഭവനത്തിൽ ആ മഹത്വം വെളിപ്പെടണം കർത്താവേ. മനസ്സലീനം കരുണ കാണിക്കണം. എല്ലാ പ്രാർത്ഥന വിഷയം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗം കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ കർത്താവെ ഒരു പ്രാവശ്യം കൊണ്ട് സമർപ്പിക്കുകയാണ്. നല്ല വൈദ്യനെ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അത്ഭുതം ചെയ്യും. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരെ സൗഖ്യമാക്കും. ശരീരമാസകലം നീർക്കെട്ടുള്ളവരെ സൗഖ്യമാക്കും. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരെ തൊട്ട് സുഖപ്പെടുത്തും. ഞങ്ങളതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ അപ്പ. മറുപടിയുമായി ഇറങ്ങണമേ. ആമേൻ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. അടിയൻ മറന്നാലും മറക്കാത്ത വിഷയം സ്വർഗത്തിലെ അപ്പൻ ഏറ്റെടുക്കണമേ. സ്വർഗം ഓരോ മക്കളെയും അനുഗ്രഹിച്ചവരുടെ വിഷയം ഏറ്റെടുത്ത് മറുപടിയുമായി ഇറങ്ങി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ മഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കണ്ടു തോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.